എല്ലാവർക്കും ഇംപ്രസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചിക്കൻ ഡ്രംസ്റ്റിക് മസാലയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ഇംപ്രസ് മീഡിയ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തോളൂ കേട്ടോ. അതിൽ ഓൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോഴും അത് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് റെസിപ്പി എന്ന് നോക്കാം. ഇതിലേക്കായിട്ട് ആദ്യം നമ്മൾ തൈരാണ് എടുക്കുന്നത്. അപ്പോൾ തൈര് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് എടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ 2 ടീസ്പൂണിൽ മുളക് പൊടി, ഒരു 3 ടീസ്പൂണിൽ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. കൂടെ തന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ട് വരഞ്ഞിട്ടിട്ടുണ്ട്, നന്നായിട്ട് വരയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂണിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും കുരുമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഈ മസാലയിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, നമ്മളിപ്പോൾ ഇവിടെ 4 ലെഗ് പീസിനനുസരിച്ചിട്ട് അളവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ്റെ അത്ര അളവിൽ നിങ്ങളത് എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിൽ കുറച്ചും കൂടെ നമുക്കൊരു ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ മിനിമം വയ്ക്കുക. കൂടുതൽ സമയം വെച്ചിരുന്നു കഴിഞ്ഞാൽ നന്നായിട്ട് മസാല അതിലേക്ക് പിടിച്ചോളും. നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, ഒരുപാട് എണ്ണ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു 3 ടേബിൾ സ്പൂണിലൊക്കെ എണ്ണ എടുത്തിട്ടുള്ളൂ ഇവിടെ. ഇതിപ്പം വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് നമ്മളുടെ ചിക്കൻ പീസസ് ഇതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മുരിച്ചെടുക്കാം, വറുത്ത് കോരിയെടുക്കാം. അത് 2 സൈഡിലും നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഇത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അത് സിമ്മിലിട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ മസാലയെല്ലാം കൂടെ ഒന്നായിട്ട് കരിഞ്ഞു പോവും, ഉള്ളിൽ ചിക്കൻ വെന്ത് കിട്ടുകയില്ല. അതുകൊണ്ട് ഇത് വളരെ സിമ്മിലിട്ടിട്ട് കുറച്ച് സമയം എടുക്കും. എന്നിട്ട് നമ്മൾ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതേപോലെ ഇതാണ്ടില്ലേ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു സൈഡ് കുറച്ച് ഭാഗമായിട്ടുള്ളൂ. അപ്പോൾ 2 ഭാഗവും ഉള്ളിലൊക്കെ ചിക്കൻ നന്നായിട്ട് വേവുന്നത് വരെ നമ്മളിത് ചെയ്യണം. കാരണം നമ്മളിത് ആദ്യമൊന്നും വേവിക്കാത്തൊരു ചിക്കനാണ്, പച്ചയ്ക്ക് തന്നെയാണ് നമ്മളിത് ഇട്ടിട്ട് ചെയ്യുന്നത്. ഇത് കുറച്ച് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണിലൊക്കെ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ റവയും കൂടി ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് വരുന്നത്. ഇനി നമ്മളിത് 2 ഭാഗവും തിരിച്ചു മറച്ചു വിട്ടിട്ട് ഇതേപോലെ മുരിച്ചെടുക്കുക. ആ എണ്ണയൊക്കെ ഇതിലേക്ക് ഡ്രൈ ആയി വരും. അതുപോലെ ചിക്കനകത്തു നിന്നുള്ള വെള്ളം എല്ലാം കൂടെ ആയിട്ടാണ് ഇത് വെന്ത് വരുന്നത്. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് മുഴുവനായിട്ട് ഇതേപോലെ ഡ്രൈ ആക്കി എടുക്കാം, ചിക്കൻ ഡ്രംസ്റ്റിക്ക്. അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്, ഉള്ളിലൊക്കെ അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ, അപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പിൽ തേങ്ങയും നന്നായിട്ട് കറിവേപ്പില, അതുപോലെ ചെറിയുള്ളി ഒരു 10-15 ചെറിയുള്ളിയും കൂടി എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എണ്ണയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഡ്രംസ്റ്റിക്ക് മസാലയായിട്ട് മാറുകയാണ്. അപ്പോൾ നല്ല ഫ്ലേവറുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇതേപോലെ നമ്മുടെ തേങ്ങയും ചെറിയുള്ളിയും കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് ഏകദേശം നല്ല ബ്രൗൺ നിറാവുന്നത് വരെ ഇതേപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരിത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് പൊടിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പിന്നെയും ചിക്കനിലേക്ക് ഉപ്പ് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത്തിരിയും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് നല്ല ഫ്ലേവർ എല്ലാം കൂടെ വരുന്നത്. ഇനി ഇതിലേക്ക് ആ ചിക്കൻ വെന്തെടുക്കുന്ന ആ ചിക്കനിലോട്ടേക്ക് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്നുകൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം കൂടി കുക്ക് ചെയ്യുക. അതുകൊണ്ട് ഇതെല്ലാം ഇതിൻ്റെ മുകളിൽ പൊതിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഡ്രംസ്റ്റിക് മസാല നിങ്ങളെല്ലാവരും കഴിച്ച് നോക്കുക, തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഇംപ്രസ് മീഡിയ.